ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ളതായ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അച്ചാറെന്ന് പറയുന്നത് മാങ്ങയെ വെല്ലും ഒരു അച്ചാറെന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങളൊക്കെ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളി അച്ചാറാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പറമ്പിൽ തന്നെയുള്ളതായ കപ്പയ്ക്ക വെച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കപ്പയ്ക്ക അച്ചാർ. ആരെയും വേണമെങ്കിൽ പറ്റിക്കാൻ കേട്ടോ. മാങ്ങ അച്ചാറാണെന്നും പറഞ്ഞിട്ട് അത്ര രുചിയാണ്. ഞാൻ വീട്ടിൽ വന്നവർക്കൊക്കെ കൊടുത്തു നോക്കി. അവർ അതിശയപ്പെട്ടു, ഇത്ര നല്ലപോലെ കപ്പയ്ക്ക വെച്ചിട്ട് അച്ചാറിടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ കപ്പയ്ക്ക വെച്ചിട്ട് എങ്ങനെയാണ് മാങ്ങ അച്ചാർ ഇടുന്നത് പോലെ കപ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇപ്പം മാങ്ങ സീസൺ അല്ലെങ്കിൽ പോലും നമുക്ക് മാങ്ങ അച്ചാർ കൂട്ടണമെന്ന് തോന്നിയാൽ ഈ കപ്പയ്ക്ക അച്ചാർ ഇട്ടങ്ങ് കൂട്ടിയാൽ മതി. അതേപോലെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു കപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു കപ്പയ്ക്കയുടെ ആവശ്യമില്ല, നമുക്കതിന് കുറച്ചെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറഞ്ഞ അളവിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് മാങ്ങ അരിയുന്നത് പോലെ അരിഞ്ഞുകൊണ്ട് വരാം. അപ്പം നമ്മുടെ കപ്പയ്ക്ക് മാങ്ങ അരിയുന്ന മാതിരി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേ രീതിയിൽ കടുമാങ്ങ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴുകിയിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെള്ളമൊക്കെ മാറ്റിയൊക്കെ ഇരിക്കുകയാണത്. അച്ചാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ നല്ലൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഒരിടം വെളുത്തുള്ളി, പച്ചമുളക്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും വറ്റൽമുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇത്. അതിലോട്ട് ഇതൊന്ന് ഓഫ് ചെയ്തോളൂ കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, സ്വല്പം കായപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിക്കാം. കപ്പയ്ക്കൊക്കെ ഒരു പുളി രസമൊക്കെ വേണ്ടേ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം തീ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. നമ്മുടെ കപ്പയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. തീ കുറച്ചിട്ടിരുന്നാൽ മതി, കാരണം ഒരുപാട് ഇട്ട് വേവിക്കരുത്. രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇനി വന്നോളും. ഇപ്പം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അതിനകത്ത്. അപ്പം നമ്മുടെ കപ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് കിടന്നോട്ടെ. തീ കുറച്ച് വേണം ഇട്ടേക്കാൻ. അപ്പം നമ്മുടെ സൂപ്പർ കപ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ മാങ്ങ അച്ചാർ അല്ല കപ്പയ്ക്ക അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ കപ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിന് ഇച്ചിരി എരിയും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ കേട്ടോ. അതിപ്പം ഞങ്ങളിടുമ്പോൾ എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ടിയതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കപ്പയ്ക്ക അച്ചാർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.